ഒരു +2കാരി 2 മാസമായിട്ട് പീരീഡ്സ് ആവുന്നില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ വീട്ടിൽ ഏത് സമയത്തും വഴക്കും കരച്ചിലും മാത്രമേ ഉള്ളൂ എന്ന് പരാതി പറയുന്ന ഒരു അമ്മയും. ആൾ എൻ്റെ അടുത്ത് ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടാണ്, എന്തുകൊണ്ടാണ് ഡോക്ടർ പീരീഡ്സ് വരാത്തത്, 2 മാസമായില്ലേ, എനിക്കിത് ഒരുപാട് പ്രശ്നം ചെയ്യില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ചോദിച്ച ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ ഞാനും ഒന്ന് ഞെട്ടി കേട്ടോ. എന്താണെന്നറിയാമോ, ഡോക്ടർ എൻ്റെ വയറ്റിൽ അശുദ്ധ രക്തം ഇങ്ങനെ കെട്ടിക്കിടക്കുകയല്ലേ, ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അത് പ്രശ്നമാകില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, അശുദ്ധ രക്തം കെട്ടിക്കിടക്കുകയോ എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ ഈ ചീത്ത രക്തമല്ലേ, കെട്ടിക്കിടക്കുന്ന ചീത്ത രക്തം പുറത്തേക്ക് പോകുന്നതല്ലേ മെൻസസ് എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. അതായത് +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്നത് കാരണമാണ് 2 മാസമായിട്ട് പീരീഡ്സ് വരാത്തത് കൊണ്ട് ഈ ബ്ലഡ് എല്ലാം കൂടി ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എൻ്റെ ജീവിതം തന്നെ ആപത്തല്ലേ എന്ന് ചിന്തിച്ച് അതൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പഠനത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളൊരു കുട്ടി ആദ്യമായിട്ട് മെൻസസ് ആകുമ്പോൾ തന്നെ അവളുടെ പ്രായത്തിനനുസരിച്ച് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കനുസരിച്ച് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഓരോ പാരന്റിന്റെയും ഉത്തരവാദിത്വമാണ്. ഇവിടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തൊരു ക്ലാസ്, അതായത് മുതിർന്ന ലേഡീസിന് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, എന്താണ് മെൻസസ് എന്നുള്ളത്. ഒരു 90% ആൾക്കാർക്കും എന്താണ് മെൻസസ് എന്ന് അറിയില്ല. ചിലർക്കൊക്കെ വലിയ കുട്ടിയായിരിക്കുന്നു, ചിലർക്കൊക്കെ എന്തോ അശുദ്ധമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നു. ഇനി മറ്റു ചിലർക്കാണെങ്കിലോ ആൺകുട്ടികളോട് സംസാരിക്കരുത് അല്ലെങ്കിൽ ആൺകുട്ടികളുമായിട്ട് ഡിസ്റ്റൻസ് പാലിക്കണം എന്നതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ ഇതൊക്കെ മറികടന്ന് യഥാർത്ഥത്തിൽ എന്താണ് മെൻസസ് എന്നുള്ളത് അറിയേണ്ട, മനസ്സിലാക്കേണ്ട കാലഘട്ടമാണിപ്പോൾ. ഇപ്പോൾ എന്നല്ല, എപ്പോഴാണെങ്കിലും ശരി തന്നെ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്രസിൻ്റെ ഓരോ ലൈനിങ്ങുകളായിട്ട് പുറത്തേക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് ആർത്തവ രക്തം എന്ന് പറയുന്നത്. ഓവുലേഷൻ എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതിനെയാണ് മെൻസസ് സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളായാലും മുതിർന്നവരായാലും മനസ്സിലാക്കുക. വെറുതെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇരിക്കുക. താങ്ക് യു.